അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖം വിചാരിക്കണേ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഇട്ടാ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്ന് 16 നോമ്പായില്ലേ, 2 ആഴ്ച കഴിഞ്ഞു. നമുക്ക് ഡ്രസ്സ് എടുക്കാണ്ട്, ചെരുപ്പ് എടുക്കാണ്ട് അല്ലേ. പിന്നെ സ്കൂളിൽ പരീക്ഷയാണ്. അടുത്ത ആഴ്ച പരീക്ഷ 24-ാം തീയതി പരീക്ഷ, ഒരാൾക്ക് 6-ാം തീയതി പരീക്ഷ. അപ്പൊ ഏതായാലും നമ്മളെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യില്ലേ, കണ്ടാലൊക്കെ ലൈക്ക് ചെയ്യും. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് 14 നോമ്പിന്റെ കുറച്ച് വിശേഷങ്ങളാണ് പല ഫുള്ളായിട്ട് കാണുക. അപ്പൊ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയൊക്കെ വാട്ടിയിട്ടിട്ട് തക്കാളി കട്ടെടുക്കാം. അപ്പൊ ഒന്ന് സ്പെഷ്യൽ ബിരിയാണി വെക്കാൻ പോകട്ടോ. ബിരിയാണി എളുപ്പമല്ലേ, നോമ്പർ നാളൊക്കെ നമുക്ക് പൊരിക്കാടി കുടിച്ചു കഴിഞ്ഞാല് എളുപ്പത്തിലുണ്ടാക്കാം. മസാല കിട്ടിയാല് അതിനോട് ഉരുട്ടാ മതിയല്ലോ. പച്ചരി കുക്കറിൽ ഒപ്പിക്കാം. ചോറൊക്കെ ബിരിയാണി എന്ന് തിളപ്പിച്ച് വെച്ചിടലല്ലേ, ഒന്ന് അങ്ങനെ ആക്കാം. നല്ലത് വാടിക്കോട്ടെ, മൂടിക്കാം. അപ്പൊ ഇനി വത്തക്ക കട്ട് ചെയ്യട്ടെ. വത്തക്ക കട്ട് ചെയ്തേക്കാം. വത്തക്ക കട്ട് ചെയ്തിട്ട് കത്തി മൂർച്ചു പോയി. കത്തി വേണോ? ഇനി എങ്ങനെ ഇട്ടില്ല മുറുക്കാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാൽ അങ്ങനെ വെട്ടുക. ഇനി പാത്രം എടുക്ക്. ഞാൻ ചില്ലറിനെ അല്ലേ മോഡൽ മാറ്റി വെട്ട് മാറ്റി. കുരുക്കോടെ ഇതിനെ തോണ്ടിയെടുത്താ കുരുവൊക്കെ കുഴിച്ചിടാൻ പാടില്ല. വത്തക്ക വെള്ളി ഉണ്ടാക്കാന് കുരു കുഴിച്ചിടാൻ പരിപാടിയാണ്. വെറുതെ ഉണ്ടാവും, നമ്മൾ കാര്യപ്പെട്ടാണ് കുഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വത്തക്ക കട്ട് ചെയ്തു. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് വെക്കട്ടാ. ഫ്രിഡ്ജിൽ നോട്ടെ. നേരെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ടല്ലേ, സെറ്റ് ആയിട്ടാ. അരി ചോറ് കുക്കറിലാണ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ റൈസും റെഡി ആയിട്ടുണ്ട്. കുക്കറിലിട്ടാ, കുക്കറിൽ നോക്കിച്ച് 2 ദമ്മിടല്ലേ. കുക്കറിൽ ദമ്മിടുക, ചട്ടിക്കിടാം. അയക്കുള്ളൂ. അപ്പൊ സ്പെഷ്യൽ ബിരിയാണി കോഴിപ്പീടിന്ന് പോയി നമ്മൾ വിളിച്ചിട്ടാ. നമ്മള് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടാ. നമ്മളെ പുതിയ ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. എന്നാ കിട്ടൂടെ. നോൺ സ്റ്റിക്കിന്റെ പുതിയ ചട്ടിയാണ്. ബൈക്ക് മേൽക്കുള്ള അല്ലേ. അങ്ങനെ അണ്ടി മുന്തിരിയും കരിവേപ്പിൻ്റെ ചപ്പക്കഥ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചീൻചട്ടിയിലാണ്. മൂടിയേക്കാം. മുന്തിരി ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്തിരി ജ്യൂസ് അടിച്ചെടുത്തു. നമ്മൾ അരിച്ചെടുക്കാൻ വരും കേട്ടോ. അരിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂട്ടിയിരിക്കണം, അതാണ് ഇപ്പോൾ ഞാൻ വെള്ളം ഉണ്ടായിക്കോട്ടെ. കട്ടിയേക്കാരം ഒന്ന് സ്പെഷ്യലായിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വരും കേട്ടോ അല്ലേ. തരിക്കഞ്ഞി ഉണ്ടാക്കണം. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിട്ട് കൊടുക്കണം. കുറച്ച് റവ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയിൽ വേണ്ട, വെള്ളം കുടിക്കാൻ സുഖമാണ്. റവ കെട്ട് നല്ല തളിച്ചിട്ടുണ്ട്. പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മളെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ടല്ലേ. പാലൊക്കെ പറഞ്ഞ് പഞ്ചസാര ഇട്ട് കുറച്ച് പാൽപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളത്തിൽ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. തൂമ്പിക്കണ്ടല്ലേ. തൂമ്പിക്ക.
അപ്പോൾ നമ്മൾ തരിക്കഞ്ഞി റെഡി ആയിക്കണേ. അപ്പോൾ തരിക്കഞ്ഞിക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ വാട്ടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും പരിക്കാടിയും ജ്യൂസും തരിക്കഞ്ഞൊക്കെ റെഡിയാക്കി കിട്ടാ. നോമ്പിനാണ് ഒക്കെ റെഡിയാക്കിക്കണേ. ബാങ്ക് കൊടുത്തിട്ടാ നോമ്പറക്കാനാല് ഇരുന്നോളി. ബാങ്ക് കൊടുത്തു. നോമ്പറന്നോളി. ഈത്തപ്പായൊക്കെ എടുത്തോളി. നല്ലിരോ നോമ്പറന്നോളി. വെള്ളം എന്നാ അപ്പോൾ നമ്മൾ തുറന്ന് നമ്മളിഞ്ഞ് ബത്തക്കയും വെള്ളമൊക്കെ കുടിക്കാം. ജ്യൂസ് എടുത്തോളി. നല്ലൊക്കെ ഒരു കടി ജ്യൂസ് എടുത്തോളി. മുന്തിരി ജ്യൂസ് എടുത്തോളി ഇട്ടാ. കഴിച്ചോളി. ചിക്കൻ പോണ്ട പുറത്തുനിന്ന് വാങ്ങിയതല്ല. ഇത് കടയിൽ നിന്ന് കേട്ടെന്ന് ചിക്കൻ പോണ്ട. മസാല എരുണ്ട്. എരുണ്ടല്ലേ? രസമുണ്ട്. അമ്മ അടിപൊളിയാ. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയ ബത്തൊക്കെ എടുത്തോളൂ. എന്താ സ്ഥലം? ഇന്നത്തെ സ്പെഷ്യൽ ബോണ്ട. ആ പ്ലേറ്റ് കണ്ട് നീക്കി കൊടുത്താളി ലുലുവിന്. എത്ര തോന്നും? ഇതിനെടുത്തോ? ബത്തൊക്കെ എടുത്തോ? തരിക്കഞ്ഞി അതല്ല കുടിച്ചോളിട്ടാവോ? നമസ്കാരം കഴിഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പരിപാടി കേട്ടാ. കഴിക്കല്ലേ? സ്പെഷ്യലായി ചോറ് ഉണ്ടാക്കിയിട്ടില്ല. സ്പെഷ്യൽ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി കഴിക്കല്ലേ? ആ. മാങ്ങ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട് അല്ലേ? ആ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ 14 നോമ്പിന് സ്പെഷ്യൽ ബിരിയാണി കേട്ടാ. അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ? ആ. ഈ കണ്ടാൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ അല്ലേ? കഴിക്കില്ലല്ലോ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഇപ്പം ഇന്ന് നമ്മൾ 14ാമത്തെ നോമ്പില്ലേ? കഴിച്ചോളി. ചമ്മന്തിക്ക് എടുത്തോളി. അപ്പോൾ സ്പെഷ്യലായിട്ടാ മാങ്ങ ചമ്മന്തി. ചമ്മന്തി ഇടിനുണ്ട് ചമ്മന്തി. നല്ല അടിപൊളി മാങ്ങ ചമ്മന്തിയാണ് ബിരിയാണി. എടുത്തോ? കഴിക്കല്ലേ? ആ. ചമ്മന്തിക്ക് കൂട്ടി കഴിച്ചോളി. വെള്ളം എടുത്തോളിട്ടാ. ആ കഴിച്ചോളി എന്നാല്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളു? അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.